കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയുടെ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ നാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. Greetings to you all in the precious name of our Lord and Savior Jesus Christ, who is coming very soon to receive his glorious church. വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഈ രാത്രിയുടെ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ ഭാഗങ്ങളായിരുന്നു. കുഞ്ഞാട് 7 മുദ്രകളിൽ ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. കുഞ്ഞാട് 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചു. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ള കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സവാരിയെ കണ്ടു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനെ കണ്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മഞ്ഞ കുതിരപ്പുറത്തിരിക്കുന്ന ആൾ. ഈ ആദ്യത്തെ 4 മുദ്രകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 4 മുദ്രകളിൽ ഭൂലോകമാകമാനം സംഭവിക്കാൻ പോകുന്നതായ മഹാവ്യാധികളെ കുറിച്ചും മഹാന്യായവിധികളെ കുറിച്ചും മഹായുദ്ധങ്ങളെ കുറിച്ചുമുള്ള സംഭവ വികാസങ്ങളാണ് 1 മുതൽ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ അവിടെ സംഭവിക്കാനിടയായി. എന്നാൽ 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1-ാം ജീവി സംസാരിച്ചു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ 2-ാമത്തെ ജീവി സംസാരിക്കുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ 3-ാമത്തെ ജീവി യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ 4-ാമത്തെ ജീവി യോഹന്നാന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കാണിച്ചു കൊടുക്കുന്നതായാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ വായിച്ചത്. 4 വിധ ന്യായവിധികളാണ് 1 മുതലുള്ള 4 മുദ്രകൾ പൊട്ടിച്ചപ്പോഴും ഈ ലോകത്തിൽ സംഭവിച്ചത്. എന്നാൽ 5-ഉം 6-ഉം മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഈ ഭൂലോകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അതിഭയങ്കരമായ ചില സംഭവങ്ങൾ നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഞാൻ ഓർപ്പിച്ചതുപോലെ കുഞ്ഞാട് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം, അത് കുഞ്ഞാട് കരങ്ങളിലെടുത്ത് ഓരോന്നോരോന്നായി മുദ്രകൾ പൊട്ടിക്കുന്നു. 1-ാം മുദ്ര 4 ജീവികൾ, ഓരോ ജീവികളും ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും യോഹന്നാൻ അപ്പോസ്തലന് വന്നു കാൺമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും യോഹന്നാനെ വെളിപ്പാടുകൾ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ 4 ജീവികളാണുള്ളത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചു. ആ 4 ജീവികളും ഓരോരുത്തരായി 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോഴും യോഹന്നാനോട് പറയുന്നു, കം ആൻഡ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വന്ന് ഭാവിയിൽ സംഭവിക്കാനുള്ളത് കാണുക. അങ്ങനെ 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോഴും 1 മുതൽ 4 വരെയുള്ള ജീവികൾ യോഹന്നാനോട് പറഞ്ഞ് യോഹന്നാൻ വന്ന് കാണുന്നു. ഇതാണ് ഈ സംഭവങ്ങൾ, അഥവാ 4 വിധമുള്ള ന്യായവിധികളുടെ തുടക്കങ്ങളായിട്ടാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള 3 വാക്യങ്ങളാണ്. ഈ രാത്രിയിൽ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ബുക്ക് ഓഫ് റെവലേഷൻ
chapter 6, 9 to 11. 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള 3 വാക്യങ്ങൾ വായിക്കും. ലൈറ്റിന് ഇലക്ട്രിസിറ്റിക്ക് പ്രോബ്ലം ഉണ്ടായില്ല എങ്കിൽ 1 മണിക്കൂർ നേരം ലൈവ് ഉണ്ടായിരിക്കും. നിയമത്തിൽ ഓർപ്പിക്കുന്നു. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6, 9 to 11. ഇതാ വായിക്കുന്നു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴെ കണ്ടു. ഞാൻ വായിച്ചു വിടുകയാണ്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്ക നിലവിളിച്ചു. 11. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലേന്തി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഈ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. കഴിഞ്ഞ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോഴും 4 ജീവികളിൽ ഓരോരുത്തർ വന്നിട്ട് യോഹന്നാനോട് വന്നു കാണീൻ എന്ന് പറഞ്ഞ് ഓരോ കുതിരപ്പുറത്ത് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരുവനും അവന്റെ കയ്യിൽ ഒരു വാളും ഉണ്ടായിരുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവന്റെ ചുവന്ന കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ, അവന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ അധികാരം കൊടുത്തു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ, 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മഞ്ഞ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ. അപ്പോ ഈ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോഴും യോഹന്നാന് ഈ വെളിപ്പാടുകൾ കാണിച്ചു കൊടുക്കുന്നത് 4 ജീവികളാണ്. 4 creatures which they were standing around the throne of God. ദൈവിക സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്ന 4 ജീവികളിൽ ഓരോരുത്തരായി ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും യോഹന്നാനോട് പറയുന്നു, one among the 4 creatures, 4 ജീവികളിൽ ഓരോരുത്തരും യോഹന്നാനോട് ഇടിമുഴക്കത്തിനൊത്ത ശബ്ദത്തോടുകൂടെ വന്നു നിന്നുകൊണ്ട് പറയുന്നു, കം ആൻഡ് സീ, വന്ന് കാണുക. അങ്ങനെ യോഹന്നാൻ കണ്ടതായ ന്യായവിധികളുടെ തുടക്കങ്ങളാണ് 1 മുതലുള്ള 4 മുദ്രകൾ പൊട്ടിച്ചപ്പോഴും നാം കണ്ടത്. എന്നാൽ ഇവയ്ക്കെല്ലാം വിപരീതമായി 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ when the Lamb of God opens the 5th seal, 5-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ the Lamb of God, ഈ മുദ്രകളെല്ലാം പൊട്ടിക്കുന്നത് the Lamb of God ആണ്, ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ആ ദൈവ കുഞ്ഞാട് ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും അങ്ങനെ 5-ാമത്തെ മുദ്രയും the Lamb of God, ദൈവ കുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് യോഹന്നാൻ പറയുന്നു. ദൈവ വചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴേ കണ്ടു. വളരെ
ഒരു വിഷയമാണ് ഇത്. ഒന്ന്, ദൈവവചന നിമിത്തം, ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദെയർ ടെസ്റ്റിമണി. ഞാൻ ഇംഗ്ലീഷില് let me read the verses in English in King James Version, verse 9 of Revelation chapter 6. When he had opened the fifth seal, I saw under the altar the souls of them that were slain for the word of God and for the testimony which they held. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. When the Lamb of God opened the fifth seal, I saw under the altar, I saw under the altar the souls of them that were slain for the word of God. First one, they were slain for the word of God. Second one, they were slain for the testimony of them. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വായിപ്പാനും കഴിയുന്നത്. When the Lamb of God opened the fifth seal, ദൈവത്തിന്റെ കുഞ്ഞാട് അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന് കീഴെ പ്രതികാരവാദികളായി ദൈവപുത്രനോട് ചില കാര്യങ്ങൾ പറയുന്ന ചില ആത്മാക്കളെ നമ്മൾ കാണും. ഈസ് വെരി ഗ്രേറ്റ്. കാരണം ഇവിടെ പറയുന്നത്, യോഹന്നാൻ തന്നെ പറയുന്നു, ഞാൻ ദൈവവചനവും സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. യോഹന്നാൻ ഒരു വാക്യം വായിക്കാം. നിങ്ങളുടെ സഹോദരനും, 1-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. I was in the island of Patmos because of the word of God and the testimony of Jesus Christ. Because the word of God and the testimony of Jesus Christ. യേശു ക്രിസ്തുവിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. യോഹന്നാൻ പറയുകയാണ്, I was in the island of Patmos because of the testimony of Jesus Christ and the word of God. സെയിം വേർഡാണ് ഇവിടെ 6-ാം അധ്യായത്തിലും യോജിച്ചിരിക്കുന്നത്. ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. The altar and the temple of God ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Altar, യാഗപീഠം, altar shows sacrifices for sin and its judgment. യാഗപീഠങ്ങളെ കാണിക്കുന്നത് പാപപരിഹാര യാഗങ്ങളും ന്യായവിധിയെയും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി. The altar in the temple of God shows that the sacrifices for sin and its judgment. യാഗപീഠം കാണിക്കുന്നത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളും അവയുടെ ന്യായവിധിയുമാണ് യാഗപീഠം കാണിക്കുന്നത്. ഇവിടെ യോഹന്നാൻ പറയുന്നു, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ
മരിച്ചവരുടെ ആത്മാക്കൾ അഥവാ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കുമാരനായിരിക്കുന്ന അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനോട് ഒരു പെറ്റീഷൻ പറയുക. വാട്ട് ഈസ് ദ പെറ്റീഷൻ? എന്താണെന്നറിയാമോ പെറ്റീഷൻ? വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അപ്പൊ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ചില വേദവാക്യങ്ങൾ അർജന്റായിട്ട് നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കർത്താവായ യേശു മിശിഹ പറഞ്ഞ ചില വേദവാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ഐ എം റീഡിംഗ് ഫ്രം മാത്യു ചാപ്റ്റർ 23. Matthew chapter 23 verses 34 to 36. Matthew chapter 23 verses 34 to 36. I am reading in Malayalam. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ച് കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. വേഴ്സ് 35. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരഖ്യാവിന്റെ മകനായ സഖറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. വേഴ്സ് 35. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സഖറിയാവിന്റെ രക്തം ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. സെയിം രീതിയിലുള്ള വേറൊരു വാക്യം നമ്മൾ വായിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. The same meaning, the same manner of the words. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. The same words is repeated in Luke chapter 11, verses 50 to 53. Let me read that words first. Luke chapter 11. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സഖറിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെ രക്തം ഈ തലമുറയോട് ചോദിപ്പിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ. ഇതൊരു അല്പം കൂടെ കട്ടിക്കൂടിയ വാക്യമാണ് ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 11 വേഴ്സ് 50 and 51. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സഖറിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പിക്കാൻ ഇടവരേണ്ടതിന് തന്നെ. അതെ, ഈ തലമുറയോട് അത് ചോദിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക,
ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ നമ്മളിവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. ഒന്ന്, ദൈവവചന നിമിത്തം. 2, അവരുടെ ജീവിത സാക്ഷ്യ നിമിത്തവും അറക്കപ്പെട്ടുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. വെളിപ്പാട് 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സെയിം മീനിങ് ഉള്ള ചില വാക്യങ്ങൾ നമ്മുടെ അരുമനാഥനായ കർത്താവ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും പറയുന്ന 2 വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. ലൂക്കോസ് സുവിശേഷം 11-ലെ വാക്യങ്ങൾ വളരെ വളരെ ആഴമേറിയ ചിന്തയുള്ള വാക്യങ്ങളാണ്. അത് ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ, ഫ്രം the blood of Abel till the son of Berechiah, സക്കറിയായുടെ രക്തം വരെ, ലോകസ്ഥാപനം മുതൽ. ശ്രദ്ധിക്കണം, ലൂക്കോസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിക്കും. Let me read in that verses in English. Luke chapter 11. Let me read that verses in English. Luke സുവിശേഷം 11-ാം അധ്യായം. Let me read that verses in English. That it will be very good. Luke chapter 11 verse 50 and 51. That the blood of all the prophets which was shed from the foundation of the world may be required of this generation. See, book of Luke, Gospel of Luke, chapter 11. From that the blood of all the prophets which was shed from the foundation of the world may be required of this generation. From the blood of Abel and the blood of Zacharias, which perished between altar and the temple, verily I say unto you, it shall be required this generation. നമ്മള് ബുക്ക് ഓഫ് റെവലേഷൻ 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വായിച്ചപ്പോൾ യോഹന്നാൻ കാണുന്ന വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ഒരിക്കൽ കൂടെ വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗം വായിക്കുന്നു. കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അപ്പോ യാഗപീഠത്തിന്റെ കീഴിൽ അറുക്കപ്പെട്ട ആത്മാക്കൾ നിൽക്കുന്നു. ശ്രദ്ധിക്കുക, ലൂക്കോസ് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യം, ഹാബേലിന്റെ രക്തം തുടങ്ങി ആലയത്തിന്റെ നടുവിൽ വെച്ച് പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ, ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം യഹൂദൻ എന്ന തലമുറയോട് ചോദിക്കും.
അതെ, ഈ തലമുറയോട് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ കർത്താവ് പറയുകയാണ്, വെറിലി വെറിലി ഐ സേ അൺടു യു, from the beginning, from the foundation of the world, the blood of the martyrs will be asked of this generation. അപ്പൊ ചിന്തിക്കുക, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ ന്യായവിധികൾ നടക്കുന്ന സമയം, പീലാത്തോസിന് മുൻപാകെ നമ്മുടെ കർത്താവിനെ ന്യായം വിധിക്കുന്നു. ന്യായം വിധി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ സഹോദരി കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച ചില സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പീലാത്തോസിന് ഒരു കത്ത് കൊടുത്തു വിടുന്നു. ആ കത്തിലെ ഉള്ളടക്കം ഇതാണ്: കഴിഞ്ഞ രാത്രി ഈ നീതിമാന്റെ വിഷയത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. ആകയാൽ പ്രിയ ഗവർണർ സാബ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ കത്ത് വായിച്ച ശേഷം റോമൻ ഗവർണറായ പീലാത്തോസ് യേശു കർത്താവിനെ രക്താംബര വസ്ത്രം ധരിപ്പിച്ച് യഹൂദന്മാരുടെ മുമ്പിൽ, ന്യായശാസ്ത്രിമാരുടെ മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജനമാർത്ത പട്ടകസിച്ചു, അവനെ ക്രൂശിക്ക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു തരിക. അതാണ് സുവിശേഷം 27-ാം അധ്യായത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട്, ആരവാരം അധികമാകുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ലെന്ന് പീലാത്തോസ് കണ്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അദ്ദേഹം തന്റെ കൈകളെ കഴുകിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുകയും. അപ്പോൾ യഹൂദന്മാർ, അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ചേർന്ന മഹാസംഘം ഇങ്ങനെ പറഞ്ഞു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രതികാരദാഹികളായി തങ്ങളുടെ രക്തത്തിനു വേണ്ടി എന്ന വിശുദ്ധനും സത്യവാനുമായ നാഥ എന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രതികാരം ചെയ്യുമെന്ന് ചോദിക്കുന്നതായ ഒരു വലിയ ഗ്രൂപ്പ് രക്തസാക്ഷികളെ നമ്മൾ യാഗപീഠത്തിന്റെ കീഴിൽ നിൽക്കുന്നതായി കാണുന്നു. അപ്പോ ഇവിടെ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ when we read Matthew chapter 23, നമ്മൾ ഇങ്ങനെ വായിച്ചു, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരഖ്യാവിന്റെ മകനായ സഖറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഈ സംഭവം എങ്ങനെ നടന്നു, എവിടെയാണ് എന്ന് നമുക്കൊന്ന് വായിക്കാം. ഈ സംഭവത്തെ കുറിച്ച് 2 Chronicles 24-ൽ ഒരു വാക്യം എഴുതിയിട്ടു. 2 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായത്തിൽ ബെരഖ്യാവിന്റെ മകനായ സഖറിയാവിന്റെ രക്തം യാഗപീഠത്തിന് മുമ്പിൽ ചൊരിഞ്ഞതായി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു. 2 Chronicles 2 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം. Book of 2 Chronicles chapter 24 words 20 and 21. എന്നാറെ
ദൈവത്തിന്റെ ആത്മാവ് യഹോദയ പുരോഹിതന്റെ മകനായ സക്കറിയാവിന്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇതേ സെയിം ബെരഖ്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് നിങ്ങൾ കൊന്നതായ പഴയ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും രക്തം യഹൂദൻ എന്ന് പറയുന്ന തലമുറയോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മുടെ ദൈവം പ്രതികാരരാഗിയാണോ? നോ, നെവർ. നമ്മുടെ ദൈവം ഒരിക്കലും പ്രതികാരരാഗിയല്ല. പക്ഷേ വെളിപ്പാട് 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ ചില വിവരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസ് 11:50 വായിക്കുമ്പോൾ 50-9 49 പോലെ വായിക്കണം. ആ ഭാഗം മനസ്സിലാകണമെങ്കിൽ ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ. ശ്രദ്ധിക്കണേ, ഹാബേലിന്റെ രക്തം തുടങ്ങി ആലയത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം, ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ സ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് ചോദിക്കും. ആമേൻ. അപ്പൊ ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ ദൈവ കുഞ്ഞാടിനോട് അവിടെ നിന്നുകൊണ്ട് ദൈവ കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന ദർശനം ദൈവവചന നിമിത്തവും അവർ പറഞ്ഞ സാക്ഷ്യം ഹേതുവായാലും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴെ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. ശ്രദ്ധിക്കുക, ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനം മുതൽ കൊല്ലപ്പെട്ടുപോയ വിശുദ്ധന്മാരുടെ രക്തം, സകല പ്രവാചകന്മാരുടെയും രക്തം. ഈ തലമുറയോട് ഞാൻ ചോദിക്കും എന്ന് നമ്മുടെ കർത്താവ് യഹൂദന്മാരുടെ നടുവിൽ പ്രസ്താവിച്ചു. ഈ ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസ്, ദി എപ്പിസ്റ്റൽ ഓഫ് ഹീബ്രൂസ്, എബ്രായ ലേഖനം, അതിന്റെ 11-ാം അധ്യായത്തിൽ ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് ഒരു വിവരണം കൊടുത്തു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിക്കണേ, എബ്രായ ലേഖനം എഴുതി വന്നപ്പോ സ്വന്തം
സഹോദരനായ കായിനാൽ കൊല്ലപ്പെട്ടു പോയ ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് എബ്രായ ലേഖനകാരൻ അപ്പോസ്തലൻ പൗലോസ് എബ്രായ ലേഖനം എഴുതി വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ വിശ്വാസത്താൽ മരിച്ച ശേഷവും അവന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാബേൽ, എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഇവിടെ ശ്രദ്ധിക്കുക, പ്രതികാരം ചോദിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ന്യായവിധി നടത്താതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ജനമാണ് യാഗപീഠത്തിന്റെ കീഴിൽ നിൽക്കുന്നത്. സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ദൈവ കുഞ്ഞാടിനോട് ചോദിക്കുക, വിശുദ്ധനും സത്യവാനുമായ നാഥ, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം പ്രതികാരവും ന്യായവിധിയും നടത്താതിരിക്കും. ശ്രദ്ധിക്കണേ, പ്രതികാരദാഹികളായ ആത്മാക്കൾ, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കൊല്ലപ്പെട്ടു പോയ പ്രവാചകന്മാരുടെ രക്തം തന്റെ ജനമായ ഇസ്രായേലിനോട് ചോദിക്കും. യെരൂശലേമിനെ കുറിച്ച് കർത്താവ് പറയുന്നു, പ്രവാചകന്മാരെ കൊല്ലിച്ചവളെ നിനക്ക് അയ്യോ കഷ്ടം. പ്രവാചകന്മാരെ കൊല്ലിച്ചവളെ എന്നാണ് യെരൂശലേമിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യഹൂദ ജാതി, യഹൂദർ എന്ന് പറഞ്ഞ ജാതി, അവർ ഇസ്രായേലിലെ സത്യത്തിന് വേണ്ടി നിന്ന അനവധി പ്രവാചകന്മാരുടെ രക്തം ചൊരിയിച്ചവരാണ്. അതിനാണ് ലൂക്കോസ് സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വാക്യം ഞാൻ എടുത്തു പറഞ്ഞത്, ഹാബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിനും മന്ദിരത്തിനും നടുവിൽ വെച്ച് കൊല്ലപ്പെട്ടു പോയ ബെരഖ്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ സ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല വിശുദ്ധ പ്രവാചകന്മാരുടെയും രക്തം ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തോട് ചോദിക്കും. ദൈവം ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് 5ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ കുഞ്ഞാടിനോട് യാഗപീഠത്തിന്റെ കീഴിൽ നിൽക്കുന്ന അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ കുഞ്ഞാടിനോട് ചോദിക്കുന്നു, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഞങ്ങളുടെ രക്തത്തോട് നീ എന്ന് പ്രതികാരം നടത്തും. ചിന്തിക്കണേ, ഞാനിതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് കണ്ടുകൊണ്ട് പീലാത്തോസ് വെള്ളമെടുത്ത് തന്റെ കൈ കഴുകിയച്ച്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോഴും ആ തലമുറ ജനറേഷൻ, അന്ന് നിലനിന്നിരുന്ന യഹൂദ തലമുറ, അവരിങ്ങനെ പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമാറാകണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 27-ാം അധ്യായം ചില വാക്യം ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 24 മുതൽ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും പറഞ്ഞു. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനായി ഏൽപ്പിച്ചു.
ശ്രദ്ധിക്കണ ദൈവമക്കളെ, നിഷ്കളങ്കനായ ഹാബേലിന്റെ രക്തം മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊല്ലപ്പെട്ട, കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട ബെരഖ്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ ഈ തലമുറയോട് ഞാൻ ചോദിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ഇതേ വാക്യം റിപ്പീറ്റ് ചെയ്തു. ബിക്കോസ് മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്, ദീസ് ആർ സിനോപ്റ്റിക് ഗോസ്പൽസ്, സമാന്തര സുവിശേഷങ്ങളാണല്ലോ. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു ഉദ്ധരണി കാണുന്നില്ല. എന്നാൽ ലൂക്കോസിലും മത്തായിയുടെ സുവിശേഷത്തിലും ഇങ്ങനെ ഒരു ഉദ്ധരണി കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഉദ്ധരണികളും ആയി പറയുക. മാത്യു ചാപ്റ്റർ 24, 34 to 36 and Luke chapter 11 verses 15 to 53. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളും. അതിന്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് പറയുന്നു, ഈ വിശുദ്ധന്മാരുടെ രക്തം ലോകസ്ഥാപനം മുതൽ ചൊരിയപ്പെട്ടിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഞാൻ ഈ തലമുറയോട് ചോദിക്കും. ലൂക്കോസ് സുവിശേഷത്തിൽ കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ, ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ, അത് കഴിഞ്ഞിട്ട് ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ, അതെ, ഈ തലമുറയോട് അത് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കണേ. അപ്പോ ലോകത്തിന്റെ സ്ഥാപനം മുതൽ നിഷ്കളങ്കന്മാരുടെ രക്തം ചൊരിഞ്ഞ ആ രക്തത്തിന്റെ പ്രതികാരം ദൈവത്തിന്റെ പുത്രൻ ഈ രക്തം ചൊരിയിച്ചവരോട് ചോദിക്കും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ സാക്ഷ്യം ഹേതുവായി ദൈവവചന നിമിത്തമായും. ഇതേ വാക്യം യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോ യോഹന്നാൻ പറയുന്നു, നിങ്ങളുടെ സഹഭൃത്യനായ യേശു ക്രിസ്തുവിന്റെ ദാസനായ യോഹന്നാൻ എന്ന ഞാൻ യേശു ക്രിസ്തു ദൈവവചനത്തിന്റെ സാക്ഷ്യവും യേശു ക്രിസ്തുവിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. സെയിം വേർഡ്സ് ആർ റിപ്പീറ്റിംഗ് ഇൻ ചാപ്റ്റർ 6. ദൈവവചന നിമിത്തവും അവരുടെ സാക്ഷ്യം ഹേതുവാനും അറുക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവപുത്രനായ യേശു മിശിഹായോട് ചോദിക്കുന്നു, വിശുദ്ധനും സത്യവാനുമായ നാഥ, എന്ന നീ ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യും? ദൈവനായ വിധിയെ കുറിച്ച് എന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ ന്യായവിധി നടത്താതിരിക്കും? അങ്ങനെയാ ചോദിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കുകയാണ്. തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അവർ ചോദിക്കുന്ന ചോദ്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോ ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും? ശ്രദ്ധിക്കണേ, ന്യായവിധിയും പ്രതികാരവും
നടത്താതിരിക്കും. അപ്പോ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ വിശുദ്ധനും സത്യവാനുമായ നാഥ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, faithful and the first begotten from the dead. വിശ്വസ്തനും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ ഒരു റെഫറൻസ് വായിക്കാൻ കഴിയും. ഇവിടെ those who are martyred for their faithful witness, those who are martyred for their faithful witness, they are pleading for vengeance under the altar in heaven. സ്വർഗത്തിന്റെ കീഴിൽ കാണുന്ന യാഗപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നവർ ദൈവത്തിന്റെ പുത്രനായ അറക്കപ്പെട്ട കുഞ്ഞാടിനോട് അവർ പ്രതികാരമാക്കിയായി കുഞ്ഞാടിനോട് ചോദിക്കുകയാണ്, വിശുദ്ധനും സത്യവാനുമായ നാഥ, എന്ന് നീ ഞങ്ങളുടെ രക്തത്തിനു വേണ്ടി പ്രതികാരം ചെയ്യാതിരിക്കും. അടുത്ത, the martyrs who sees the souls under heaven had been killed for their faith and testimony. ഈ രക്തസാക്ഷികൾ അവരുടെ വിശ്വാസവും അവരുടെ സാക്ഷ്യവും നിമിത്തം കൊല്ലപ്പെട്ടവരാണ്. അവർ വിശുദ്ധനായ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത്, the altar shows sacrifices and judgment which is in the temple of God. ഈ യാഗപീഠം കാണിക്കുന്നത് ദേവാലയത്തിലെ യാഗങ്ങളെയും ന്യായവിധികളെയും കുറിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ യാഗപീഠങ്ങൾ കാണിക്കുന്നത് ദേവാലയത്തിലെ യാഗങ്ങളെ കുറിക്കുന്നു. പാപപരിഹാര യാഗങ്ങൾ, സമാധാന യാഗം, അകൃത്യയാഗം, പാപയാഗം, ഇങ്ങനെയുള്ള യാഗങ്ങൾ 5 വിധ യാഗങ്ങളാണുള്ളത്. ഈ യാഗങ്ങളെയും യാഗങ്ങൾ മുഖാന്തരം മാനവജാതിക്ക് ലഭിച്ചിരുന്ന അവയുടെ പരിഹാരങ്ങളെയും കാണിക്കുന്നു. ഇതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏത് മഹാപുരോഹിതനും, പഴയ നിയമത്തിലെ ഏത് മഹാപുരോഹിതനും ജനത്തിനു വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചു കേൾക്കുക, പഴയ നിയമത്തിലെ ഏത് മഹാപുരോഹിതനും തന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുന്നമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കേണ്ടവനായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന തെളിവുണ്ടോ? യെസ്, there are enough evidence. ഇറങ്ങാൻ പോകണ്ട. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പഴയ നിയമത്തിലെ സകല മഹാപുരോഹിതന്മാരും ജനത്തിന് വേണ്ടി പാപയാഗം അർപ്പിക്കുന്നതിന് മുമ്പേ സ്വന്തമായി പാപത്തിന് വേണ്ടി പാപയാഗം അർപ്പിക്കണമായിരുന്നു. ലേവ്യ പുസ്തകത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാപുരോഹിതൻ ജനത്തിനു വേണ്ടി പാപയാഗം അർപ്പിക്കുന്നതിന് മുമ്പേ സ്വന്തം പാപങ്ങൾക്കായി മഹാപുരോഹിതൻ യാഗമർപ്പിച്ച് അവയ്ക്ക് ക്രമീകരണം വരുത്തിയ ശേഷം തന്റെ മുൻപാകെ യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി യാഗമർപ്പിക്കുവാൻ ഏത് മഹാപുരോഹിതനും കടന്നു വരുന്നു. പൗലോസ് പറയുന്നു, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരികയാണ്. എബ്രായ ലേഖനം 'ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 7-ാം അധ്യായം അതിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ,
നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ, ശ്രദ്ധിച്ചു കേൾക്കുക, ആ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. എന്ന് പറഞ്ഞാൽ Old Testament high priests are supposed to give sacrifices for their own sins. പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ അവരുടെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ അറക്കേണ്ടതായിരുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ തന്റെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കേണ്ടവൻ ആയിരുന്നു. ആര്? ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഹൈ പ്രീസ്റ്റ്. പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ അവർ ദേവാലയത്തിൽ സമാഗമന കൂടാരത്തിന് മുമ്പിൽ യാഗമർപ്പിക്കാൻ, ജനത്തിന് വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുന്നമേ സ്വന്തം പാപത്തിന് വേണ്ടി ഒന്നുകിൽ ഒരു ആട്ടുകൊറ്റനെ അറക്കണമായിരുന്നു, അല്ലെങ്കിൽ അവൻ ഒരു കാളക്കൊറ്റനെ അറക്കണമായിരുന്നു. ഇവയെ അറുത്ത് സ്വന്തം പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷമാണ് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോ യാഗപീഠത്തിൽ നീ പാപയാഗം അർപ്പിക്കണം. യാഗപീഠത്തിൽ ഹോമയാഗമുണ്ട്, യാഗപീഠത്തിൽ അഗത്യയാഗമുണ്ട്, യാഗപീഠത്തിൽ എല്ലാവിധ യാഗങ്ങളും അർപ്പിക്കുന്നതിന് മുന്നമേ മഹാപുരോഹിതൻ നിരന്തരമായി ദിനം പ്രതി തന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഇസ്രായേലിന്റെ മഹാപുരോഹിതന്മാർ യാഗമർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതനായതുകൊണ്ട് അവൻ ക്രൂശിലെ യാഗത്താൽ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി. സ്തോത്രം. ഞാൻ ഈ ഭാഗം അവിടെ അങ്ങ് വിടുകയാണ്. അപ്പോ യാഗപീഠങ്ങൾ കാണിക്കുന്നത്, യാഗപീഠങ്ങൾ ഇവിടെ കാണിക്കുന്ന യാഗപീഠം ഞാൻ കണ്ടു. എന്ത് കണ്ടു? യോഹന്നാനാ കാണുന്നത്. വെളിപ്പാട് 6-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടത് എന്താന്ന് അറിയാമല്ലോ, നമ്മൾ വായിച്ചല്ലോ. യോഹന്നാൻ പറയുന്നു, തങ്ങളുടെ ദൈവവചന നിമിത്തവും തങ്ങളുടെ സാക്ഷ്യ നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ ഞാൻ കണ്ടു. ഇത് പറഞ്ഞപ്പോഴാണ് പഴയ നിയമത്തിലെ ചില വിഷയങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുവാനിടയായത്. ദേവാലയത്തിനും വിശുദ്ധ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട ബെരക്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ, ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഹാബേലിന്റെ രക്തം മുതൽ